പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് ബ്ലിസംസിൻ്റെ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. ക്വിക്ക് റിവിഷൻ സീരീസിലെ 5ാമത്തെ വീഡിയോ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന 2ാമത്തെ യൂണിറ്റിലെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന പ്രഭാത് കുമാർ മുഖോപാധ്യായയുടെ ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സമ്മറിയിലേക്ക് നമുക്ക് നീക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്രദമായ വീഡിയോ ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന സ്റ്റോറി രചിച്ചിരിക്കുന്നത് പ്രഭാത് കുമാർ മുഖോപാധ്യായാണ്. ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ ലിവിംഗ് ഇൻ ലണ്ടൻ. ഗുപ്ത എന്ന് പറയുന്ന ഇതിലെ പ്രധാന കഥാപാത്രം ലണ്ടനിൽ ഇപ്പോൾ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളുള്ള മിസ്റ്റർ ഗുപ്ത, അതുപോലെ മാഗി എന്നിവരുടെ ക്യാരക്ടർ സ്കെച്ച് സീരീസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഈ സ്റ്റോറിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ലഭിക്കും. ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ ലിവിംഗ് ഇൻ ലണ്ടൻ. വൺസ് ഹി മെറ്റ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ഇൻ എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഒരിക്കൽ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. ഷി വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ നിയർ ബൈ ഓഫീസ്. അടുത്തുള്ളൊരു ഓഫീസിൽ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ് അവൾ. ഹെർ മദർ മെയ്ഡ് കേക്ക്സ് ടു സെൽ ഓൺ സാറ്റർഡേയ്സ്. അവളുടെ അമ്മ ശനിയാഴ്ചകളിൽ കേക്കുകൾ നിർമ്മിച്ച് വിൽക്കാറുണ്ട്. ഷീ വാസ് ഫ്രം എ പൂർ ഫാമിലി. വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നുള്ളവളാണ് അവൾ. മാഗി വാണ്ടഡ് ടു നോ ഇഫ് ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡിനെ വിളിക്കുന്ന പേരാണ് മാഗി. അവൾക്ക് അറിയേണ്ടത് ഗുപ്ത ഒരു ഇന്ത്യക്കാരനാണോ എന്ന് അറിയാൻ വളരെ ജിജ്ഞാസ ഉണ്ടായിരുന്നു. ഹെർ ബ്രദർ ഫ്രാങ്ക് ഹാഡ് ഗോൺ ടു ഇന്ത്യ ആസ് ഹി വാസ് എ സോൾജർ ഇൻ എ മിലിറ്ററി സർവീസ്. മിലിറ്ററി സർവീസിൽ പട്ടാളക്കാരനായിട്ടുള്ള ഫ്രാങ്ക് ഇന്ത്യയിലാണ് നിലവിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് അറിയാൻ ഗുപ്തയോട് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഗുപ്ത വൺസ് വെൻ ടു മാഗീസ് ഹൗസ്. അങ്ങനെ അവർ പരിചയപ്പെടുന്നു. ഒരിക്കൽ ഗുപ്ത മാഗിയുടെ വീട്ടിൽ പോകുന്നു. ടു മീറ്റ് ഹെർ വിഡോഡ് മദർ. വിധവയായിട്ടുള്ള അവളുടെ അമ്മയെ കാണുന്നതിന് വേണ്ടി. ഹെർ മദർ വാസ് എൻഷ്യസ് ടു നോ അബൌട്ട് ഇന്ത്യ. അവളുടെ അമ്മക്കും ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ജിജ്ഞാസ. ബിക്കോസ് ഷീ ഹാഡ് ഹേർഡ് ദാറ്റ് ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. കാരണം അവരുടെ മോന് ഫ്രാങ്ക് ജോലി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. എന്നാൽ ഇന്ത്യയെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആകെ നിറച്ച് ടൈഗേഴ്സും സ്നേക്സും പാമ്പുകളും പലതരത്തിലുള്ള രോഗങ്ങളും പനികളൊക്കെ വ്യാപകമായിട്ടുള്ള രാജ്യമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ അമ്മക്കും മോൾക്കും ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്നത്. She believed that most of the Indians had the rare power to see a person living in a distant land by gazing at a crystal ring. അവർക്ക് ചില സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫും ഉണ്ട് ഇന്ത്യക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ചില പ്രത്യേക കഴിവുകളുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ. അതിൽപ്പെട്ട ഒരു വിശ്വാസമാണെന്ത്? മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻസ് ഹാഡ് ദ റയർ പവർ ടു സീ എ പേഴ്സൺ ലിവിംഗ് ഇൻ എ ഡിസ്റ്റന്റ് ലാൻഡ്. വിദൂര ദിക്കിൽ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗെയ്സിങ് അറ്റ് എ ക്രിസ്റ്റൽ റിംഗ്. ഒരു സ്ഫടിക മോതിരത്തിൽ ഇങ്ങനെ തുറച്ച് നോക്കി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അവരുടെ കാഴ്ചക്കപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അതിൽ നോക്കി പറയാൻ കഴിയും ഇന്ത്യക്കാർക്ക് എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ആർക്കുണ്ട്? മാഗിക്കും അവളുടെ അമ്മക്കും ഉണ്ടായിരുന്നു. മാഗി ആൻഡ് ഹെർ മദർ വാണ്ടഡ് ഹിം ടു ലുക്ക് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ്. അതുപോലെയുള്ള ഒരു ക്രിസ്റ്റൽ റിംഗിലേക്ക് നോക്കാൻ അവർ ആവശ്യപ്പെടുന്നു. ആൻഡ് സേ ഹൗ ഫ്രാങ്ക് വാസ്. ഫ്രാങ്കിൻ്റെ വെയർഅബൌട്ട്സ് അറിയാനാണ്, ഫ്രാങ്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് അവർക്ക് ആഗ്രഹം. ഗുപ്ത ടോൾഡ് ദം ദാറ്റ് ഹി ഡിഡ് നോട്ട് പോസസ് സച്ച് എ പവർ. എനിക്ക് അങ്ങനത്തെ ശക്തികളൊന്നുമില്ല, കഴിവുകളൊന്നുമില്ല എന്ന് ഗുപ്ത അവരോട് തുറന്നു പറയുന്നു. വൺ ഡേ ഗുപ്ത റിസീവ്ഡ് ന്യൂസ് ദാറ്റ് മാഗീസ് മദർ വാസ് നോട്ട് വെൽ. ഒരിക്കൽ ഗുപ്തക്ക് വിവരം ലഭിക്കുകയാണ് മാഗിയുടെ അമ്മക്ക് സുഖമില്ല എന്ന്. അത് കേട്ട ഉടൻ തന്നെ ഗുപ്ത അവരുടെ വീട്ടിലേക്ക് പോയി. മാഗി വാണ്ടഡ് ഹിം ടു ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ് ആൻഡ് സേ വെദർ ഫ്രാങ്ക് വാസ് സേഫ്. മാഗി ഗുപ്തയോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യണത് ആ ക്രിസ്റ്റൽ റിംഗിലേക്ക് നോക്കിയിട്ട് ഫ്രാങ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഫ്രാങ്ക് സേഫ് ആണോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് അമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ. ഗുപ്ത ടുക്ക് ദ റിംഗ് ആൻഡ് ടോൾഡ് എ ലൈ. ഗുപ്ത അപ്പം എന്ത് ചെയ്തു? അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ആ റിങ് സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയിട്ട് നുണ പറഞ്ഞു. എന്തായിരുന്നു നുണ? ദാറ്റ് ഫ്രാങ്ക് വാസ് സേഫ്. ഫ്രാങ്ക് സുരക്ഷിതനാണെന്ന്. മാഗീസ് മദർ വാസ് ഹാപ്പി ആൻഡ് സൂൺ ബിക്കെയിം വെൽ. മാഗിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ആ അമ്മക്കൊരു ഹാപ്പി ന്യൂസ് കിട്ടാനായിരിക്കും താല്പര്യം. അതുകൊണ്ടാണ് ഗുപ്ത അത്തരത്തിലുള്ളൊരു കളവ് അവിടെ പറഞ്ഞത്. അത് കേട്ട മാഗിയുടെ അമ്മ സന്തോഷവതിയായി, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി. ലേറ്റർ ഗുപ്ത വാസ് ഷോക്ക്ഡ് ടു ലേൺ ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. പിന്നീട് ഗുപ്തക്ക് ആ ഷോക്കടിക്കുന്ന ന്യൂസ് ലഭിക്കുകയുണ്ടായി. എന്തായിരുന്നു അത്? അദ്ദേഹം നുണ പറഞ്ഞ ഫ്രാങ്ക് സേഫാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്, എന്നാൽ ഫ്രാങ്ക് യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു. ഗുപ്ത ഫെൽറ്റ് വെരി സാഡ്. ഗുപ്തക്കും ആ ഒരു മാഗിയുടെ അതേ മാനസികാവസ്ഥ, അമ്മയുടെ അതേ മാനസികാവസ്ഥ, വളരെയധികം ദുഃഖം തോന്നി. ദെൻ ഇൻ ദ മോർണിംഗ് ഓഫ് ഹിസ് ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ മാഗി കെയിം ടു സീ ഹിം വെൻ ഹി വാസ് പാക്കിംഗ് അപ്പ് തിങ്സ്.
പിന്നെ അങ്ങനെ കഥയുടെ അവസാനം ഒരു ദിവസം മോർണിംഗിൽ ഗുപ്ത നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ദിവസം രാവിലെ മാഗി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഷീ ഗേവ് ഹിം എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പ്ലേസ് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലുള്ള തൻ്റെ ബ്രദറിൻ്റെ ശവകുടീരത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് പുഷ്പങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷില്ലിംഗ് ഗുപ്തക്ക് വെച്ച് നീട്ടി. ഹി ആക്സെപ്റ്റഡ് ഇറ്റ്. യഥാർത്ഥത്തിൽ ഒരു ഷില്ലിംഗ് എന്ന് പറയുന്നത് മാഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യയാണ്. കാരണം വളരെ മീഗറായിട്ടുള്ളൊരു എമൗണ്ടിനാണ് മാഗി ആ ടൈപ്പിസ്റ്റ് സെൻറ്ററിൽ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷില്ലിങ്ങൊക്കെ സമ്പാദിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സഹോദരന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ത്യാഗമാണ് അവൾ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഗുപ്ത അത് സ്വീകരിച്ചു. ബിക്കോസ് ഇറ്റ് വുഡ് ഗിവ് ഹർ ജോയ് ബിയോണ്ട് ആൾ പ്രൈസ്. ഇതിൻ്റെ ഈ പണത്തിൻ്റെ മൂല്യത്തേക്കാൾ എത്രയോ വലിയ മൂല്യമുള്ള സന്തോഷമാണ് അവൾക്ക് അതുകൊണ്ട് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഗുപ്ത അത് സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഫ്ലവേഴ്സ് കിട്ടാനോ അവിടെ പോയി പുഷ്പാർച്ചന നടത്താനോ വലിയ ചിലവൊന്നും ഇല്ല. അങ്ങനെ ഗുപ്തക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഗുപ്ത അത് ചെയ്യാതെ ഇവളിൽ നിന്നും ആ പണം സ്വീകരിച്ചു. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഈ ടൈറ്റിൽ വളരെ പ്രസക്തമാവുന്നത്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സിൻ്റെ പ്രൈസാണ് മാഗി ഗുപ്തയെ ഏൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിലയുമില്ലാത്ത, ഇന്ത്യയിൽ ഒരു പക്ഷേ ഒരു വിലയുമില്ലാതെ സുലഭമായി ലഭിക്കുന്ന പൂക്കൾക്ക് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് ആയിട്ടുള്ള ഷില്ലിംഗ് ഗുപ്ത സ്വീകരിക്കുന്നത്, അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് കാശ് കൊടുത്താൽ കിട്ടുന്നതിനേക്കാൾ വലിയ ഒന്നാണ്. യഥാർത്ഥത്തിൽ മാഗിക്കും അവളുടെ കുടുംബത്തിനും കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവ് നോക്കുമ്പോൾ ഇതാണ് ഈ കഥയുടെ സാരം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പലപ്പോഴും ചോദിക്കുന്നതാണ് ഒരു കോൺവെർസേഷൻ. ഗുപ്തയും മാഗിയും തമ്മിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ ഗുപ്തയും മാഗിയും പിന്നീടുണ്ടായ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ, അല്ലെങ്കിൽ നാട്ടിൽ പോയി പുഷ്പാർച്ചന നടത്തിയ ശേഷം ഗുപ്ത മാഗിക്ക് അയക്കുന്ന കത്ത് അല്ലെങ്കിൽ ഇമെയിൽ, ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായ വീഡിയോ എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്